റെക്കോർഡ് ചെയ്യാം. അപ്പൊ റെഡി ആണല്ലോ എല്ലാരും? റെഡി ആണെങ്കിൽ ഒന്ന് ഉറക്ക റെഡി മാം എന്നൊന്ന് പറഞ്ഞേ. പോരാട്ടാ, അപ്പുറത്തെ വീട്ടിലെ താത്ത നാളെ രാവിലെ ചോദിക്കണം എന്തായിരുന്നു ഇവിടെ എത്ര സൗണ്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കണം. ചോദിക്കാം. റെഡിയാണോ? അപ്പോ റെഡി മാം എന്നൊന്ന് പറ, നല്ല എനർജറ്റിക് ആയിട്ട് പറ. എല്ലാ മക്കളെയും കാണാം, നല്ല എനർജറ്റിക് ആയിട്ട്. റെഡി? ആ യെസ്, ഓക്കെ, സൂപ്പർ, അടിപൊളി. അപ്പൊ തുടങ്ങിയാലോ? തുടങ്ങിയല്ലേ? അപ്പൊ നമുക്ക് കുറച്ച് ദിവസം നമുക്ക് കളിച്ചും പഠിച്ചും ഒക്കെ മുന്നോട്ട് പോവാം. അപ്പോ ഇന്ന് മാം പറയാൻ പോകുന്നത് ലെറ്റേഴ്സിന്റെ സൗണ്ട്സ് ആണ് കേട്ടോ. അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. ഓക്കെ, നല്ല കുട്ടികളായിട്ട് മാമിന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംഗ്ലീഷ് എന്താ പറയാ, സിമ്പിൾ ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോ ഇംഗ്ലീഷ് സിമ്പിൾ ആയിട്ട് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ലെറ്റേഴ്സ് റെഡിയാക്കണം. അത് കഴിഞ്ഞിട്ട് ബ്ലെൻഡിങ്സ്, വവൽസ്, ലോങ് വവൽസ് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാണ്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാനും സ്പീഡിൽ റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അപ്പൊ നമ്മൾ നോക്കില്ലേ, നല്ല കുട്ടികളായിട്ട് മാമിനെ ശ്രദ്ധിക്കും. ഇയാളെ കണ്ടങ്ങള്? ഇയാളെ കണ്ടോ? ഇയാളുടെ സൗണ്ട് എന്താണെന്നറിയോ? ഏ എന്താന്ന് പറഞ്ഞേ നിങ്ങള്? പോരാ പോരാ പോരാ, സൗണ്ട് ഇല്ലേ, ഉറക്കെ പറയടാ. യെസ്, വെരി ഗുഡ്. സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ് ഒക്കെ പറയുമ്പോ ഇങ്ങനെ വാടി കൊഴിഞ്ഞ് നാണം കുടിഞ്ഞിട്ടാണോ എണീക്കണ്ടേ? ചാടി എണീക്കണ്ടേ? ഒറ്റ സെക്കൻഡ് കേട്ടോ. യെസ്, ഓക്കെ, സ്റ്റാൻഡ് അപ്പ്. യെസ്, ഓക്കെ. ജംപ് ആൻഡ് റെഡി. ജംപ് 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 ജംപ്. ജംപ് ചെയ്യടോ. ജംപ് ചെയ്യാൻ അറിയില്ല? ഓക്കെ, സ്റ്റോപ്പ്. സിറ്റ് ഡൗൺ. ഒന്ന് പാരന്റ്സിന് പറഞ്ഞു കൊടുത്താണേ. ഒന്ന് 3 ടൈംസ് പാരന്റ്സിന് ഒന്ന് പറഞ്ഞു കൊടുത്താണേ. നിങ്ങള് ഒന്ന് 3 ടൈംസ് പാരന്റ്സിന് ഒന്ന് പറഞ്ഞു കൊടുത്താണേ. പറഞ്ഞോണ്ടൊന്ന് 2 ടൈംസ് എഴുത്. പറഞ്ഞോണ്ട് എഴുത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഞാൻ ആദ്യം ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു. കൂളിംഗ് ഗ്ലാസ് തന്നിട്ടുണ്ടായിരുന്നില്ലേ? എവിടെ നിങ്ങള് കൂളിംഗ് ഗ്ലാസ് കൊണ്ടുവച്ചോ? വേഗം എടുത്തിട്ട് വെക്ക്. ഫിനിഷ് ആയി കഴിഞ്ഞാൽ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെക്കണം. അപ്പോഴാണ് നിങ്ങളത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാമിന് മനസ്സിലാക്കാൻ പറ്റുക. സെറ്റ്, മാഷാല്ലാ, ഒരുപാട് പേര് ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ, നെക്സ്റ്റ്. ഇനി ഈ ലെറ്ററിന്റെ സൗണ്ട് എവിടെ കണ്ടാലും നിങ്ങൾ എങ്ങനെ റീഡ് ചെയ്യണം? എങ്ങനെയാ? ഒന്നുകൂടെ പറ. ഓക്കെ, നെക്സ്റ്റ് വൺ. ബ ബ ബ ബ ബ. എങ്ങനെയാ? ബ ബ ബ. ഒന്നുകൂടെ പറയടാ. ബ ബ ബ. ഓക്കെ, സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്, ജംപ്. Stand up. Yeah, jump and ready. Jump, 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 jump. B, 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 b. Okay, sit down. പറഞ്ഞോണ്ടൊന്ന് എഴുതിക്കേ. കുറച്ചു പേര് ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞോണ്ടൊന്ന് എഴുതിക്കേ. ഉറക്കെ പറയണം കേട്ടോ. ഉറക്കെ പറഞ്ഞോണ്ട് എഴുതണം. ഞാൻ പറഞ്ഞു അപ്പുറത്തെ വീട്ടിലെ താത്ത എന്ത് എഴുതുന്നല്ലോ നൈറ്റിന് ഇവിടെ എത്ര സൗണ്ട് എന്നുള്ളത് ചോദിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങള് പറഞ്ഞു. നമ്മൾ എഴുതുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? കൈകൊണ്ട് എഴുതണം. ഹലോ മാമിന്റെ മക്കളോട് ശ്രദ്ധിക്കുക. എഴുതുമ്പോ കൈകൊണ്ട് എഴുതുക, വാക്കൊണ്ട് പറയുക, ചെവി കൊണ്ട് കേൾക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? പറഞ്ഞോണ്ട് എഴുതണം. ഓക്കെ അല്ലേ? ആണ്. അങ്ങനെ നമ്മൾ പറഞ്ഞോണ്ട് എഴുതി കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ നമ്മൾ ഇനിയിപ്പോ ഒരു 10 തവണ റീഡ് ചെയ്യുന്നത് നിങ്ങൾ ഒരു 2-3 ടൈംസ് പറഞ്ഞോണ്ട് എഴുതി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിൽ അവിടെ സെറ്റ് ആവും. പിന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, മനസ്സിലായല്ലോ? യാ. ബ. ഇനി ഒന്ന് പറഞ്ഞു കൊടുത്തേ. നിങ്ങളുടെ പാരന്റ്സിനൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇയാളുടെ സൗണ്ട് എന്തേനു? ഇയാളുടെ സൗണ്ട് എന്തേനെ? ഇനി ഇത് മാത്രം പറ. യെസ്, എന്തായിരുന്നു? എന്തെയ്യടാ? ഓക്കെ ആണല്ലോ?
അടുത്തത് ഇയാളുടെ സൗണ്ട് എന്തെങ്കിലും നമ്മൾ പഠിച്ചത്? എന്തേലും ഇയാളുടെ സൗണ്ട് നമ്മൾ പഠിച്ചേ? എന്തേന്നു? ബ് ബ് ബ്. ഓക്കെ ആണല്ലോ? ബ് 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 ബ്. അപ്പൊ ഇനി മറന്നു പോവില്ലല്ലോ. എന്തേനു? ആ ആ ആ. നെക്സ്റ്റ് വൺ. ബ് ബ് ബ്. ഓക്കെ സെറ്റ്. അടുത്ത് പറയട്ടെ എന്നാലേ. ഓക്കെ, ഇയാളുടെ സൗണ്ട് എന്താണെന്നറിയോ? ഇയാളുടെ സൗണ്ട് ക്ക് ക്ക് ക്ക്. എന്താ? ക്ക് 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 ക്ക്. ഓക്കെ, സ്റ്റാൻഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ്. ഒന്ന് ചാടി എണീറ്റേ. യാ. ക്ക് 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 ക്ക്. ജമ്പാനേടി. ജം 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 ജം. ക്ക് 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 ക്ക്. ഓക്കെ, വെരി ഗുഡ്. സിറ്റ് ഡൗൺ. എഴുതിക്കോളി. എന്നാല് പറഞ്ഞോണ്ട് ഒന്ന് 3 ടൈംസ് എഴുതിക്കോളി. പറഞ്ഞോണ്ട് 3 ടൈംസ് എഴുതിക്കാണേ. ക്ക് 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 ക്ക്. കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആഹാ, യാ, യെസ്, വെരി ഗുഡ്, സൂപ്പർ. ക്ക് 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 ക്ക്. ഓക്കെ, സെറ്റ് ആണല്ലോ. യാ, യെസ്. അടുത്തത് മാം കാണിക്കാം. കണ്ടോ? ഇയാളുടെ സൗണ്ട് എന്താണെന്നറിയോ? ഡ് ഡ് ഡ്. എന്താ? ഡ് 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 ഡ്. ഓക്കെ, സ്റ്റാൻഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ്. യാ. ജംപ് ആൻഡ് റെഡി. ജംപ് 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 ജംപ്. അയ്യേ, ചാടാനറിയാത്ത മക്കളെ. യാ. ഡ് 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 ഡ്. ഓക്കെ, വെരി ഗുഡ്. സിറ്റ് ഡൗൺ. പറഞ്ഞോണ്ട് എഴുതി. നിങ്ങൾ പറഞ്ഞോണ്ട് എഴുതി. നമുക്ക് ഇതൊക്കെ ഡീപ്പായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ. ഡ് 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 ഡ്. ഓക്കെ, സെറ്റ്. അടുത്ത ആള് കാണിക്കട്ടെ. അടുത്ത ആള് കാണിക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇയാളുടെ സൗണ്ട് എന്താണെന്നറിയോ? ഏ ഫ് ഫ് ഫ്. ഇയാളുടെ സൗണ്ട് എന്താ? ഫ് ഫ് ഫ്. ഓക്കെ, സ്റ്റാൻഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ്. ജംപ് ആൻഡ് റെഡി. ജംപ് ആൻഡ് റെഡി. ജംപ് 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 ജംപ്. ഫ് 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 ഫ്. ഓക്കെ, വെരി ഗുഡ്. സിറ്റ് ഡൗൺ. എഴുതിക്കോളി. നിങ്ങള് എഴുതിക്കോളി. പറഞ്ഞുകൊണ്ട് എഴുതിക്കാണി. ഫ് 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 ഫ്. ഓക്കെ. ഫ് ഫ് ഫ്. യെസ്. അടുത്തത് ഇയാൾ സൗണ്ട് എന്താണെന്നറിയോ? ഏ ടു 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 ടു. ഓക്കെ, സ്റ്റാൻഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ്. യാ. ജംപ് ആൻഡ് റെഡി. ടു 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 ടു. ഓക്കെ, വെരി ഗുഡ്. സിറ്റ് ഡൗൺ. സിറ്റ് ഡൗൺ. സിറ്റ് ഡൗൺ. പറഞ്ഞോണ്ട് എഴുത്. പറഞ്ഞോണ്ട്. സ്പീഡിൽ പോകുന്നത് ഒന്നും വിചാരിക്കണ്ട. ഇതെല്ലാം നിങ്ങക്ക് മനസ്സിലാക്കി തരൂ കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു അവയർനെസ് ക്ലാസ് ആണ് ഇത്. എങ്ങനെയാണ് ഇംഗ്ലീഷ് സിമ്പിൾ ആയിട്ട് എഴുതാനും വായിക്കാനും പഠിക്കുക എന്നുള്ളത്. ഈ ലെവലിൽ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാണ്ട് എഴുതാനും സ്പീഡിൽ റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ടു 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 ടു. ഓക്കെ. അപ്പോ ഇനി നമുക്ക് പഠിച്ച ലെറ്റേഴ്സ് ഒക്കെ നോക്കില്ലേ? സെറ്റ് അല്ലേ? യാ. സ്റ്റാൻഡ് അപ്പ്. ഓർഡർ ആവണമെന്നൊന്നുമില്ല. സ്റ്റാൻഡ് അപ്പ്. നീറ്റോ? എല്ലാവരും നീറ്റാണ് നിങ്ങള്. യാ. ജംപ് ആൻഡ് റെഡി. ജംപ് ആൻഡ് റെഡി. ഓക്കെ, സ്റ്റോപ്പ്. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ സ്റ്റെക്ക് ആയിട്ട് നിൽക്കണം കേട്ടാ. പിന്നെ ഇളകാൻ പാടില്ല. ഓക്കെ, റെഡി? നിങ്ങൾ ഉണ്ടോ എന്റെ കൂടെ ഗെയിം കളിക്കാന്? ഉണ്ടോ? ഹാ, ഓക്കെ. എത്ര പേര് ഔട്ട് ആവുന്നുണ്ടോ നമുക്ക് നോക്കാം കേട്ടാ. യാ. ജംപ് ആൻഡ് റെഡി. ജംപ് ആൻഡ് റെഡി. ജംപ് 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 ജംപ്. Yeah. B, 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 B. Okay, stop. Yeah, yes, super. Next one.
Yeah, jump and read it. Jump, 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 jump and read it. Did. Okay, stop. Yeah, next one. Jump and read it. Jump and read it. Jump, 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 jump. Okay, stop. Next one. Jump and read it. Okay, stop. Next one. Hmm. Okay, very good. Sit down. ഇനി രണ്ടുപേരെയും കൂടെ നമുക്ക് പഠിക്കും. രണ്ട് ലെറ്റേഴ്സിന്റെ സൗണ്ട് കൂടെ. ഇയാളുടെ സൗണ്ട് എന്താ? ല് എന്നാ. ല് ല് ല്. എന്താ? ല് 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 ല്. ഓക്കെ, സ്റ്റാൻഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ്. Yeah, jump and ready. Jump. Le, 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 le. Okay, very good. Sit down. Sit down. പറഞ്ഞോണ്ട് എഴുതിക്കാണ് നിങ്ങള്. പറഞ്ഞോണ്ട് എഴുതിക്കാണ്. Le, le, le. Le, le, le. Le, le, le. Le, le, le. Okay, very good. Super. Next one. Jump and read it. Stand up. Stand up. R, R, R. എങ്ങനെയാ? R, R, R. Okay, jump and read it. R, 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 R. Okay, very good. Sit down. പറഞ്ഞോണ്ട് എഴുതിക്കോളി. R, R, R. R, R, R. ഓക്കെ, നമുക്ക് ഇനി ഇതിനൊക്കെ എങ്ങനെ കൂട്ടി റീഡ് ചെയ്യാൻ നോക്കല്ലേ? ഏ ഓക്കെ, പറഞ്ഞു. ഇയാളുടെ സൗണ്ട് നമ്മൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നേ? എന്തേനു? യെസ്, വെരി ഗുഡ്. ബ ബ ബ. ബിന്റെ കൂടെ നമ്മുടെ ഇയാളുടെ സൗണ്ട് എന്തേനു നമ്മൾ പഠിച്ചത്? എന്തേനു? ആ, യെസ്, വെരി ഗുഡ്, സൂപ്പർ. ആ ആ ആ ആണല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെയാ റീഡ് ചെയ്യാ? ബ ആ ബ. എങ്ങനെയാ? ബ ആ ബ. ബ ആ ബ. എഴുതിക്കൊന്നാല് ഒരു 2 ടൈംസ് പറഞ്ഞ് എഴുതിക്കേ. ബ ആ ബ. ബ ആ ബ. ബ ആ ബ. ഓക്കെ, ഇയാളുടെ സൗണ്ട് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ലി 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 ആണല്ല. ലി ലി ലി. അപ്പൊ ലിന്റെ കൂടെ ഇയാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ റീഡ് ചെയ്യാ? ല ല് ആ ല ആണല്ലോ. ല് ആ ല. ല് ആ ല. ഓക്കെ, നെക്സ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഫാൻ എങ്ങനെ എഴുതാ? ഫ എഴുതിക്കേ. ഫ് നമ്മൾ പഠിച്ചല്ലോ. ഫ എങ്ങനെ എഴുതാ? ഒന്ന് എഴുതി നോക്കിക്കേ. എങ്ങനെ എഴുതാ? ചെക്ക് ചെയ്തോളി. കറക്റ്റ് ആണോ? യെസ്. ശരിയായി കഴിഞ്ഞാൽ എങ്ങനെയാ വേണ്ടേ? നമ്മള് ഫുട്ബോൾ കളിക്കുമ്പോ ഗോൾ ഇട്ട എന്താ ഉണ്ടാവുക? നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കണോ ചെയ്യാ? ശരിയായിക്കണ ഗോൾ ഇട്ട് എങ്ങനെ എങ്ങനെ ആക്കിയിരിക്കണോ? അല്ലല്ലോ, യോ എന്ന് പറഞ്ഞിട്ടല്ലേ? യെസ്, ഓക്കെ. ശരിയായാല് എല്ലാ എനർജി കൊണ്ട് പുറത്തേക്ക് വരട്ടെ. യാ, ഫാൻ. ഓക്കെ ആണല്ലോ. ഫാൻ. സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മള് റീഡ് ചെയ്ത് നോക്കാം. 3 ലെറ്റർ വേർഡ് റീഡ് ചെയ്ത് നോക്കാം. പാരന്റ്സിനൊന്ന് റീഡ് ചെയ്ത് കൊടുത്താണേ. നിങ്ങൾ റീഡ് ചെയ്ത് കൊടുത്തോളി. കിട്ടിയവര് കണ്ണട വെച്ചോട്ടാ. കിട്ടിയവര് കൂളിംഗ് ഗ്ലാസ് വെച്ചോ. ഇവര് 3 പേരുടെ സൗണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്, വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി. കിട്ടാത്തവര് സങ്കടപ്പെടണ്ടടാ. നമ്മൾ ഇന്നലെ നോക്കിയിട്ടുള്ളൂ. പിന്നെ എന്തിനാ നിങ്ങള് നിരാശരാവുന്നേ? എന്താ ഇയാളുടെ സൗണ്ട് എന്താ? ഏ എന്തേലും ഇയാളുടെ സൗണ്ട് പറയടാ. യെസ്, ബ് ബ് ബ്. ഈ ബിന്റെ കൂടെ ഇയാൾ വന്നാലോ? ആ ബ ബ. ഇയാളുടെ സൗണ്ടോ? ട് ട് ട്. ബാറ്റ് ആണല്ലോ. പറഞ്ഞുകൊണ്ട് എഴുതിക്കോ. ബാറ്റ്.
ബ് ആറ്റ് ബാറ്റ്. ബ് ആറ്റ് പറഞ്ഞു എഴുതണം കേട്ടോ. എഴുതുമ്പോ കൈകൊണ്ട് എഴുതണം, വാക്കൊണ്ട് പറയണം, ചെവി കൊണ്ട് കേൾക്കണം. അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. ബ് ആറ്റ് ബാറ്റ്. ബ് ആറ്റ് ബാറ്റ്. ബ് ആറ്റ് ബാറ്റ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങള് എങ്ങനെ റീഡ് ചെയ്യാ? ഇയാളുടെ സൗണ്ട് നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നേ? എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നേ? ഏ യാ യെസ്. ക്ക് 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 ആണല്ലോ. ക്ക് 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 ആണല്ലോ. ക്ക് 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 ക്കിന്റെ കൂടെ ആര് വന്നു? ആ വന്നു. ആ ആ ആ. ക്ക് ആ കാറ്റ്. കാറ്റ്. ഓക്കെ ആണോ? യാ യെസ്. 2 ടൈംസ് പറഞ്ഞ് എഴുതി. ക്ക് ആ കാറ്റ്. കാറ്റ്. ക്ക് ആ കാറ്റ്. കാറ്റ്. ക്ക് ആറ്റ് കാറ്റ്. ക്ക് ആറ്റ് കാറ്റ്. ഓക്കെ, സെറ്റ് ആണോ? നമുക്ക് എല്ലാ ലെറ്റേഴ്സിന്റെ സൗണ്ട്സ് ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ? ഏ ലെറ്റേഴ്സിന്റെ സൗണ്ട്സ് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. റെഡി? യാ, സ്റ്റാൻഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ്. ഞാൻ കാണിക്കുന്ന ലെറ്ററിന്റെ സൗണ്ട് പറ, എങ്കിലേ നിങ്ങൾക്ക് എഴുതാൻ കിട്ടുള്ളൂ. യാ. ജമ്പ് ആൻഡ് റീഡ് ഇറ്റ്. എന്താ? ല് 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 ല്. അടുത്തതോ? സ്റ്റോപ്പ്. നെക്സ്റ്റ് പറ. ഡാൻസ് ആൻഡ് റീഡ് ഇറ്റ്. ഡാൻസ് ആൻഡ് റീഡ് ഇറ്റ്. റ് 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 റ്. ഓക്കെ, സൂപ്പർ, അടിപൊളി. അടുത്തതോ? ഇയാളുടെ സൗണ്ടോ? ആ ആ ആ ആ ആ ആ. അടുത്തതോ? ബ ബ ബ ബ ബ ബ. അടുത്തതോ? ജമ്പ് ആൻഡ് റീഡ് ഇറ്റ്. ജമ്പ് ആൻഡ് റീഡ് ഇറ്റ്. ഡിഡ് 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 ഡിഡ്. ഓക്കെ, സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. നെക്സ്റ്റ് വൺ. ജമ്പ് ആൻഡ് റീഡ് ഇറ്റ്. ക്ക് 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 ക്ക്. ഓക്കെ, സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. നെക്സ്റ്റ് വൺ. Jump and ready. Tit 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 tit. Okay. Last one. Jump and ready. F f f f f. Okay, very good. Sit down. Okay. അപ്പോ ഇനി വവൽസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയോ? ഏതൊക്കെയാ വവൽസ്? വവൽസ് നമ്മൾ ലെറ്റേഴ്സിന്റെ സൗണ്ട്സ് വെച്ചിട്ട് പഠിക്കുന്നില്ല. നമ്മള് എ എ ഇ ഐ ഓ യു. ഇതാണ് വവൽസ്. ഏതൊക്കെയാ? സ്റ്റാൻഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ്. ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാ? എ ഇ ഐ ഓ യു. ഓക്കെ, ഏതൊക്കെയാ വവൽസ്? എ ഇ ഐ ഓ യു. വവൽസ്. പറ 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 പറ. എ ഇ ഐ ഓ യു. വവൽസ്. ഒന്നുകൂടെ പറ. എ ഇ ഐ ഓ യു. വവൽസ്. യാ യെസ്, വെരി ഗുഡ്. അപ്പോ ഈ വവൽസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓരോ വവൽസ് വരുമ്പോഴും എങ്ങനെയാ റീഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഷോർട്ട് വവൽസ്, അത് കഴിഞ്ഞിട്ട് ലോങ് വവൽസ്. അപ്പോ ഇത് നമ്മുടെ ക്ലാസ്സിന്റെ ഒരു ജസ്റ്റ് ഒരു ഡെമോ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് 3 മാസത്തെ കോഴ്സ് ആയിട്ടാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. 3 മാസത്തേക്കാണ്. 3 മാസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാണ്ട് എഴുതാനും സ്പീഡിൽ റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോ താല്പര്യപ്പെടുന്നവർ എന്ത് ചെയ്യാ വെച്ചാല് എന്റെ വാട്സപ്പ് ചെയ്യാം. ഓക്കെ, മക്കൾക്ക് ലെറ്റേഴ്സിന്റെ സൗണ്ട്സ് കുഞ്ഞു കുട്ടികളായതുകൊണ്ട് തന്നെ, കുഞ്ഞു കുട്ടികൾ അല്ല, വലിയ കുട്ടികൾ, 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ, UKG മുതൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ നമ്മുടെ ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ ഒക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാണ്ട് എഴുതാനും സ്പീഡിൽ റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി
ഇല്ല. ഏ ഇവര് കുറച്ചു പേര് ഇവരെ മാറ്റി വെച്ചിട്ടുള്ളത് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ചു പേര് മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പഠിക്കാന് പൊതുവെ ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇംഗ്ലീഷ് കുട്ടികളുടെ മനസ്സിലേക്ക് ഓൾറെഡി ഒരു പേടി വിഷയമായിട്ടാണ് പാരന്റ്സ് പറഞ്ഞു കൊടുക്കുന്നത്. ഇംഗ്ലീഷ് കുറച്ചൊരു പ്രയാസമാണ് എന്നുള്ള ലെവലാണ്. കാരണം പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ചില പാരന്റ്സിന് ഇംഗ്ലീഷ് കുറച്ച് പേടിയായിരിക്കും. ഇംഗ്ലീഷിൽ സംസാരിക്കാനായാലും കുറച്ച് ഒരു പേടിയായിരിക്കും ഇംഗ്ലീഷിൽ. അതുകൊണ്ട് തന്നെ മനസ്സിൽ എനിക്ക് ഇംഗ്ലീഷ് കിട്ടുന്നില്ലല്ലോ, എന്റെ കുട്ടി അതുപോലെ ആവോ എന്നുള്ള ഒരു ടെൻഷന് ഒരു കാര്യം മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾക്കും ആ ഫിയർ കടന്നു വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ ഫ്രീ ആക്കിയിട്ട് വിടുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പ്രയാസപ്പെടുന്ന കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ ഏൽപ്പിക്കാൻ പറ്റും. 3 മാസത്തെ കോഴ്സാണ്. ഈ 3 മാസം കൊണ്ട് 3 സെഷൻ ആയിട്ടാണ് ഇവർക്ക് ക്ലാസ് കിട്ടുക. ഫസ്റ്റ് സൂമിലൂടെ ലൈവ്, അത് കഴിഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പിൽ, അത് കഴിഞ്ഞ് ഓരോ കുട്ടിക്കും PM അയച്ചു കൊടുക്കുകയും അവർ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോർണിംഗിൽ അഫർമേഷൻ മെഡിറ്റേഷൻ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതുവരെയുള്ള ക്ലാസ്സിനെ പോലെ അല്ല നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 22ാമത്തെ ബാച്ചിക്കാണ് 21ാമത്തെ ബാച്ചിക്കാണ് നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസ്, പാരന്റ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു പാരന്റിങ് കോച്ച് കൂടിയാണ്. ഞാൻ തന്നെ ആയിരിക്കും മക്കളുടെ കൂടെ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും ക്ലാസ് ബോറടിക്കില്ല. പാരന്റ്സിന് എങ്ങനെയാണ് കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് എന്നുള്ള ടൂൾസ്, ടാസ്കുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ മക്കൾക്കും അതുപോലെ തന്നെ എങ്ങനെയാണ് സിമ്പിളായിട്ട് പഠിക്കുക, ബോറടിക്കാണ്ട് എങ്ങനെ പഠിക്കാം, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും എങ്ങനെ ആക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾ ആരെ പാട്ട് പാടാം, ആരെ കഥ പറയാന്നൊക്കെ പറയുമ്പോൾ അവർ ബാക്കോട്ട് നിൽക്കുന്ന പിള്ളേരുണ്ടാവും. അവരൊക്കെ നമുക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാനും അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും, അതുപോലെ തന്നെ പാരന്റ്സിന് എങ്ങനെയാണ് കുട്ടികളെ നല്ല രീതിയിൽ നർച്ചർ ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നതാണ്. അത് ഗ്യാരണ്ടിയാണ്. കുട്ടികൾ വായിക്കാനും എഴുതാനും പഠിക്കും എന്നുള്ളതും എങ്ങനെ ഒരു കുട്ടീനെ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും മക്കളെ ജോയിൻ ചെയ്യിപ്പിക്കാം. മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു അവസരം തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ്. അപ്പോൾ തീർച്ചയായിട്ടും നൈറ്റിലാണ് ഉണ്ടാവുക. അരമണിക്കൂർ ലൈവും, അത് കഴിഞ്ഞിട്ട് അന്നെടുത്ത കാര്യങ്ങൾ വാട്സപ്പും ആണ് ഉണ്ടാവുക. കാരണം കൂടുതൽ അരമണിക്കൂർ വെച്ചാൽ കൂടുതലായി 40 മിനിറ്റ് ആണ് ഉണ്ടാവുക. അതിലപ്പുറത്തേക്ക് ക്ലാസ് ഉണ്ടാവാറില്ല. കൂടുതലായിട്ട് അവർക്ക് എന്താ പറയുക, ലോങ് വവൽസ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഇച്ചിരി പ്രയാസമായിരിക്കും. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഞാൻ വീണ്ടും അവർക്ക് കൂടുതൽ സമയം 1 മണിക്കൂറൊക്കെ ആയിട്ട് ക്ലാസ് കൊടുക്കാറുണ്ട്. അപ്പോ കാരണം എന്താ വെച്ചാൽ കൂടുതൽ ടൈം 1 മണിക്കൂർ നമ്മൾ മക്കൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മക്കൾക്ക് ചടക്കും. സ്കൂളിലെ ഹോംവർക്ക്, മദ്രസയിലെ ഹോംവർക്ക്, പിന്നെ നമ്മുടെ ഈ ട്യൂഷനും കൂടി ആവുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബേസിക് ക്ലിയർ ആവാത്ത മക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് മാത്രമല്ല മലയാളം, അറബിക്, ഹിന്ദി എല്ലാ സബ്ജക്ട്സും ബേസിക് ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ കണക്ട് ചെയ്യാം. മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും നമ്മുടെ ക്ലാസ്. കാരണം അവർക്കൊരു മോട്ടിവേഷൻ കൂടിയാണ്. അവരുടെ എനർജി ലെവല് ഹൈ ആവാനും അവർക്ക് നല്ല രീതിയിൽ എങ്ങനെ പഠിക്കാമെന്നും എങ്ങനെയാണ് നല്ല കുട്ടീനെ നർച്ചർ ചെയ്ത് എടുക്കേണ്ടത് എന്നുള്ള ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോ താങ്ക് യു സോ മച്ച്. മാമിന് മക്കളെ ഹാപ്പി ആയോ? ഹാപ്പിയാണോ? ഓക്കെ, താങ്ക് യു. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.